നമ്മൾ ഇംഗ്ലീഷ് ആദ്യം 1 to 12 എണ്ണി കഴിയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് ജർമ്മനിലും 1 to 12 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സെയിമാണ്. ജർമ്മൻ പഠിക്കാൻ പേടിച്ച് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പേഴ്സണായിട്ട് ഒരു കാര്യമില്ല. വരിക, പഠിക്കുക. പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് മീൻസ് ലാംഗ്വേജ് എന്താണെന്നുള്ളത്. ഒരു പുതിയ ലാംഗ്വേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യും ടഫാണെന്ന്. ഇൻട്രസ്റ്റോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ വേണേലും അച്ചീവ് ചെയ്യാം. ജർമ്മനിൽ എണ്ണാൻ പഠിക്കാനായിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പൊതുവെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇംഗ്ലീഷിൽ 1 to 12 ആദ്യം 1 to 12 എണ്ണി കഴിയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് എളുപ്പമല്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് ജർമ്മനിലും 1 to 12 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സെയിമാണ്. സ്പീക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമുക്കൊരു ഈ വൊക്കാബുലറി പ്രൊണൗൺസിയേഷൻ കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്ന സാധനമാണ് വൊക്കാബുലറി പ്രൊണൗൺസിയേഷൻ മെയിനായിട്ട്. അത് ഫോക്കസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഫസ്റ്റ് ലെവലിൽ തന്നെ നമ്മൾ ഒരു ഇൻട്രാക്ഷൻസ് വെക്കുക. നമുക്ക് ഫസ്റ്റ് ലെവലിൽ കിട്ടുന്ന ആ ഗ്രാമാറ്റിക് വെച്ചിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒരു ഇൻട്രാക്ഷൻസ് വെക്കുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ ഒരു ത്വരയായിരിക്കും. പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്സിൻ്റെ ഓരോ റൂൾസ് പറഞ്ഞു കൊടുക്കാനും അവരെ അത് മനസ്സിലാക്കാനും, ഒരു കഥ പോലെ ഇല്ലെങ്കിൽ ഒരു പാട്ട് പോലെ നമ്മുടെ ഈ ഇംഗ്ലീഷിൽ വരുന്ന പ്രൊപ്പോസിഷൻസ് പോലെ തന്നെ ജർമ്മനിലും ഉണ്ട്. അപ്പോൾ ഇത് ഒരു പാട്ട് പോലെ, ഒരു കഥ പോലെ, ഒരു ട്രിക്കൊക്കെ വെച്ച് ഇല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അത് വെച്ച് നമുക്ക് അവരെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാവുന്ന പോലെയൊക്കെ നമുക്ക് ഗ്രാമാറ്റിക് വെച്ച് ചെയ്യിപ്പിക്കാം.